Hello dear students, welcome to A Dream Distance Education. നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യുന്നത് NIOS +2 എക്കണോമിക്സിന്റെ 13ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, അതായത് 13ാമത്തെ ചാപ്റ്റർ സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി. NIOS +2 എക്കണോമിക്സിന്റെ സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി ചാപ്റ്റർ 13 നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കഷൻ ചെയ്യുന്നത്. ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക വ്യവസ്ഥയുടെ കേന്ദ്ര പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്റർ വിശകലനം നടത്തുന്നത്. സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി, ചാപ്റ്ററിന്റെ പേര് നോക്കിക്കോളൂ, സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി, സാമ്പത്തിക വ്യവസ്ഥയുടെ കേന്ദ്ര പ്രശ്നങ്ങൾ എന്ന് പറയും. അപ്പോ നമ്മളുടെ എക്കോണമി നേരിടുന്ന പല പ്രശ്നങ്ങളെയും കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ വ്യക്തമാക്കുന്നത്. അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ എക്കോണമി ഫേസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ചാപ്റ്റർ 13 വിവരിക്കുന്നത്. കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് വലിയൊരു സമ്പദ് വ്യവസ്ഥയാണ്. പക്ഷേ ഇവിടുത്തെ ജനസംഖ്യ വളരെ കൂടുതലും ഈ ജനങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ വളരെ കുറവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങളെയൊക്കെ അനലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നത്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി, സമ്പദ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥയുടെ കേന്ദ്ര പ്രശ്നങ്ങൾ. അപ്പൊ സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി അഥവാ സെൻട്രൽ സാമ്പത്തിക വ്യവസ്ഥയുടെ കേന്ദ്ര പ്രശ്നം എന്ന് പറഞ്ഞാല് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയുള്ള വിഭവങ്ങൾ, റിസോഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. വിഭവങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് നമ്മളുടെ അപരിമിതമായ പറഞ്ഞാൽ എന്താ? അൺലിമിറ്റഡ് ആയിട്ടുള്ള, ലിമിറ്റ് ഇല്ലാത്ത, അപരിമിതം എന്ന് പറഞ്ഞാൽ നമുക്ക് പരിധിയില്ലാത്ത ആവശ്യങ്ങൾ നിറവേറ്റുന്ന സാമ്പത്തിക വ്യവസ്ഥയുടെ നിറവേറ്റുക എന്നതാണ് സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാന ചോദ്യങ്ങൾ. അപ്പോ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്, ആ പ്രശ്നത്തിന്റെ കാരണം എന്താണ്, സാമ്പത്തിക മേഖലയിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വിഭവങ്ങൾ കുറവും ആളുകളുടെ ആവശ്യങ്ങൾ കൂടുതലുമാണ്. റിസോഴ്സ് ആർ ലിമിറ്റഡ്, വിഭവം എന്ന് പറയുന്നത് ലിമിറ്റും, എന്നാല് ആവശ്യം വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, ആവശ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അൺലിമിറ്റഡ് ആണ്, അപരിമിതമാണ്, ലിമിറ്റഡ് ആണ്. വിഭവങ്ങൾ കുറവും ആവശ്യങ്ങള് കൂടുതലുമാണ്. ആവശ്യങ്ങൾക്ക് പരിധിയില്ല, ലിമിറ്റ് ഇല്ല, അതാണ് അപരിമിതമാണ് എന്ന് പറയാനുള്ള കാരണം. അപ്പോ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി. ഒരു എക്കോണമിയുടെ കേന്ദ്രീയ പ്രശ്നം. ഒരു എക്കോണമിയുടെ കേന്ദ്രീയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? വിഭവങ്ങൾ കുറവും ആവശ്യങ്ങൾ കൂടുതലുമാണ്. ആ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങൾ ലഭ്യമല്ല. അതാണ് ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നം എന്നാണ് നമുക്ക് ഈ ചാപ്റ്റർ 13 മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്സിലേക്ക് നമുക്ക് കടക്കാം. എന്തൊക്കെയാണ് മറ്റ് പ്രധാന പ്രശ്നങ്ങൾ എന്നാണ് ചോദ്യം. നമ്മളുടെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന മറ്റ് പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നോക്കൂ. വിഭവങ്ങളുടെ പരമാവധി ഉപയോഗം, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയും. കാരണം വിഭവങ്ങൾ മീൻസ് റിസോഴ്സ്, വിഭവങ്ങൾ ഇവിടെ കുറവാണ്. അപ്പൊ അതെങ്ങനെ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, വിഭവങ്ങൾ പരമാവധി ഉപയോഗിക്കണം. മാത്രല്ല വിഭവങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മള് പാഴാക്കരുത്, വിഭവങ്ങൾ പാഴാക്കരുത്. അതേപോലെ തന്നെ എല്ലാ വിഭവങ്ങളും പൂർണ്ണമായി ഉപയോഗിക്കണം, കാര്യക്ഷമമായ വിനിയോഗം ഉറപ്പാക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ എക്കോണമി നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ.
അപ്പൊ നമ്മുടെ എക്കോണമി നേരിടുന്ന 3 പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വിഭവങ്ങൾ പാഴാക്കരുത്, എല്ലാ വിഭവങ്ങളും പൂർണ്ണമായി ഉപയോഗിക്കണം, കാര്യക്ഷമമായ വിനിയോഗം ഉറപ്പാക്കണം. ഈ 3 നമ്മളുടെ എക്കോണമി നേരിടുന്ന പ്രധാന ഇഷ്യൂസ് ആയിട്ട് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇനി വിഭവങ്ങളുടെ വളർച്ച, ഗ്രോത്ത് ഓഫ് റിസോഴ്സ്. വിഭവങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുക എപ്പോഴൊക്കെയാണ്? അതായത് ജനസംഖ്യ വർധനവ് കുറയുമ്പോൾ. ഒരുപാട് ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ വിഭവങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല, വളർച്ച ഉണ്ടാവില്ല. അപ്പൊ വിഭവങ്ങളുടെ വളർച്ച കൂടണമെങ്കിൽ എന്ത് കുറയണം? പോപ്പുലേഷൻ ഗ്രോത്ത് ഡിക്രീസ് ചെയ്യണം, ജനസംഖ്യ വളർച്ച കുറയണം. അപ്പൊ വിഭവങ്ങൾ വളരണമെങ്കിൽ എന്തൊക്കെ വേണം എന്നാണ് ഇവിടെ പറയുന്നത്? ഗ്രോത്ത് ഓഫ് റിസോഴ്സ്. ഗ്രോത്ത് ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങളുടെ വളർച്ച. വിഭവങ്ങൾ വളരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ജനസംഖ്യ വർധനവ് പാടില്ല, പുതിയ പ്രകൃതി വിഭവങ്ങൾ കണ്ടെത്തണം, സാങ്കേതിക വിദ്യ പുരോഗമിക്കണം, പരിശീലനവും നൈപുണ്യ വികസനവും വേണം, ടെക്നോളജിയും ട്രെയിനിങ്ങും വേണം. ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് എന്ത് വളരുള്ളൂ? വിഭവങ്ങൾ വളരുള്ളൂ. ഇപ്പൊ നമ്മളുടെ എക്കോണമി നേരിടുന്ന പ്രശ്നം എന്താണ്? സെൻട്രൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭവങ്ങൾ കുറവാണ്, ആവശ്യങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് വിഭവങ്ങൾ പാഴാക്കരുത്, എല്ലാ വിഭവങ്ങളും പൂർണ്ണമായി ഉപയോഗിക്കണം, കാര്യക്ഷമമായി വിനിയോഗം ഉറപ്പാക്കണം. ഈ വിഭവങ്ങൾ വളരണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ജനസംഖ്യ വർധനവ് കുറയ്ക്കണം, പോപ്പുലേഷൻ ഗ്രോത്ത് കുറയ്ക്കണം, പുതിയ പ്രകൃതി വിഭവങ്ങൾ കണ്ടെത്തണം, സാങ്കേതിക വിദ്യയുടെ പുരോഗതി ഉറപ്പാക്കണം, പരിശീലനവും നൈപുണ്യ വികസനവും ഉറപ്പുവരുത്തണം. ഇതൊക്കെയാണ് വിഭവങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മുടെ എക്കോണമി നേരിടുന്ന പ്രശ്നം എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി. ഞാൻ വിഭവങ്ങൾ വളരാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കി. വിഭവങ്ങൾക്ക് അതായത് ഗ്രോത്ത് ഓഫ് റിസോഴ്സ് ഗ്രോത്ത് ചെയ്യപ്പെടണമെങ്കിൽ പ്രധാനമായും 4 കാര്യങ്ങളാണ് വേണ്ടത്. ജനസംഖ്യ വർധനവ് കുറയണം, പുതിയ പ്രകൃതി വിഭവങ്ങൾ കണ്ടെത്തണം, സാങ്കേതിക വിദ്യയുടെ പുരോഗതി ഉണ്ടാവണം, പരിശീലനവും നൈപുണ്യ വികസനവും ഉറപ്പുവരുത്തണം, ടെക്നോളജിയും അതേപോലെ തന്നെ പിന്നെന്താണ് ടെക്നോളജി ആൻഡ് ട്രെയിനിങ്ങും ഉറപ്പുവരുത്തണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാന് ഈ ഒരു ക്ലാസ്സില് ടീച്ചർ എടുക്കുന്ന ശൈലി അതായത് നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിന്റെ ചാപ്റ്റർ 13 ഗൈഡ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ, ഓരോ ക്വസ്റ്റ്യനിലും വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സിമ്പിൾ ആക്കി പറഞ്ഞു തരിക ചെയ്യുന്നത്. അപ്പൊ ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡ് എടുത്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്സിലേക്ക് കടക്കാം. അടുത്ത ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ടോപ്പിക്സ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ, കോസസ് ഓഫ് എക്കണോമിക് പ്രോബ്ലം. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ എന്താണ് കാരണം എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കോസസ് ഓഫ് എക്കണോമിക് പ്രോബ്ലം. ഒന്നാമത്തെ കാര്യം, സാമ്പത്തിക പ്രശ്നം ഉണ്ടാവാനുള്ള ഒന്നാമത്തെ കാരണം നമ്മളുടെ അനന്തമായ ആവശ്യങ്ങളാണ്, അൺലിമിറ്റഡ് വാണ്ടാണ്. പിന്നെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവാനുള്ള രണ്ടാമത്തെ കാരണം എന്താണ്? പരിമിത വിഭവങ്ങളാണ്, അതായത് ലിമിറ്റഡ് റിസോഴ്സ് ആണ്. അപ്പോ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ് പറയുന്നത്? അനന്തമായ ആവശ്യങ്ങളാണ്, അൺലിമിറ്റഡ് വാണ്ട്സ് ആണ്, പിന്നെ ലിമിറ്റഡ് റിസോഴ്സ് ആണ്, അതേപോലെ തന്നെ ബദൽ ഉപയോഗങ്ങളാണ്. അപ്പൊ സാമ്പത്തിക പ്രശ്നങ്ങൾ, കോസസ് ഓഫ് എക്കണോമിക് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 3 കാര്യങ്ങളാണ് വെക്കണ്ടേ. അനന്തമായ ആവശ്യങ്ങൾ, അൺലിമിറ്റഡ് വാണ്ട്, പരിമിത വിഭവങ്ങൾ, ലിമിറ്റഡ് റിസോഴ്സ്, ബദൽ ഉപയോഗങ്ങൾ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അപ്പൊ എന്താണ് അനന്തമായ ആവശ്യം എന്ന് പറഞ്ഞാൽ? മനുഷ്യന്റെ ആവശ്യം എന്ന് പറയുന്നത് അനന്തമാണ്, പരിധിയില്ല. ഒന്ന് നിറവേറ്റുമ്പോൾ മറ്റൊന്നിലേക്ക് ആവശ്യം ഉടലെടുക്കുന്നു. ഇന്ന് ജനിച്ചൊരു കുട്ടിക്കുമുണ്ട് ആവശ്യം, പറയാൻ വയ്യാതെയുണ്ട്. ആ കുട്ടിക്കും ആ കുഞ്ഞിനും അതിൻ്റെതായ ആവശ്യങ്ങളുണ്ട്. മരിക്കാനായി കിടക്കുന്ന ഒരു വ്യക്തിക്കും ഉണ്ട് അതിൻ്റെതായ ആവശ്യങ്ങൾ.
ഏതൊരു ജീവനുള്ള ഏതൊരു മനുഷ്യനാണെങ്കിലും ജീവിയാണെങ്കിലും അവർക്കൊക്കെ എന്തുണ്ട്? ആവശ്യങ്ങളുണ്ട്. അതാണ് അനന്തമായ ആവശ്യം, പരിധിയില്ലാത്ത ആവശ്യം. അപ്പൊ സാമ്പത്തിക മേഖല നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? അനന്തമായ ആവശ്യങ്ങളാണ്, അൺലിമിറ്റഡ് വാണ്ട്സ് ആണ്. കാരണം മനുഷ്യരുടെ ആവശ്യങ്ങൾ അനന്തമാണ്. ഒന്ന് നിറവേറ്റപ്പെടുമ്പോൾ അത് മറ്റൊന്ന് ഉടലെടുക്കുന്നു. മനുഷ്യനെ ആവശ്യം എന്ന് പറയുന്നത് അനന്തമാണ്. ഒന്ന് നിറവേറ്റപ്പെടുമ്പോൾ നമുക്ക് ഒരാവശ്യം നമ്മൾ നിറവേറ്റിയെന്ന് കരുതുക, അപ്പൊ വീണ്ടും നമുക്ക് വേറൊരു ആവശ്യം ഉണ്ടാവും. ഒരു വീട്, എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട് ഉണ്ടാക്കുക. ആ വീട് എന്ന സ്വപ്നം നിറവേറ്റി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ വീട് മോടി പിടിപ്പിക്കലായിരിക്കും നമ്മൾ ആവശ്യം. ആ വീടിന് നല്ലൊരു മതില് വേണം, ഗേറ്റ് വേണം, മുറ്റം നേരേക്കണം, ഗാർഡൻ ഉണ്ടാക്കണം. അങ്ങനെ ആ വീടിനെ എത്ര മോടി പിടിപ്പിച്ചാലും നമുക്ക് മതി വരില്ല. അപ്പൊ മനുഷ്യന്റെ ആവശ്യം എന്ന് പറയുന്നത് ഏതൊരാവശ്യം നിറവേറ്റി കഴിഞ്ഞാലും പിന്നീടും ആവശ്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തമാണ്. അനന്തമായ ആവശ്യങ്ങളാണ് എന്ന് പറയാനുള്ള കാരണം. എന്നാൽ ഈ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വിഭവങ്ങൾ, റിസോഴ്സ് എങ്ങനെയാണ്? ലിമിറ്റഡ് ആണ്, പരിമിതമാണ്. കാരണം ഭൂമി, തൊഴിൽ, മൂലധനം തുടങ്ങിയ വിഭവങ്ങളൊക്കെ എങ്ങനെയാണ് മക്കളെ? ലിമിറ്റഡ് ആണ്, പരിമിതമാണ്. അതേപോലെ തന്നെ ഇവയുടെ ബദൽ ഉപയോഗങ്ങൾ എങ്ങനെയാണ്? ബദൽ ഉപയോഗങ്ങളാണ് സാമ്പത്തിക പ്രശ്നത്തിന്റെ മറ്റൊരു കാര്യം. വിഭവങ്ങൾക്ക് പലവിധ ഉപയോഗങ്ങളുണ്ട്. ഒരു ഉപയോഗം തിരഞ്ഞെടുക്കുമ്പോൾ മറ്റുള്ളവ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഇപ്പൊ നമ്മള് ബദൽ ഉപയോഗം എന്ന് പറഞ്ഞാല് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ചിലത് ഉപേക്ഷിക്കേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. അപ്പോഴേ നമ്മുടെ ആവശ്യം നിറവേറ്റപ്പെടുള്ളൂ. എല്ലാ ആവശ്യവും നമുക്ക് ഒപ്പം നടത്താൻ കഴിയില്ല. അപ്പൊ ഏതെങ്കിലും ഒരു ആവശ്യം നിറവേറ്റപ്പെടുമ്പോൾ മറ്റൊരു ആവശ്യം ഒഴിവാക്കാം എന്ന് വിചാരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബദൽ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. അടുത്ത ടോപ്പിക്സിലേക്കാണ് ടീച്ചർ കടക്കുന്നത്. അടുത്ത ടോപ്പിക്സ് നമുക്കൊരു കർവാണ് പഠിക്കാനുള്ളത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയും, PPC കർവ്. ഉൽപാദന സാധ്യതാ വക്രം എന്നാണ് അതിനെ മലയാളത്തിൽ പറയും. ഇംഗ്ലീഷില് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, PPC കർവ്. ഈ ഒരു കർവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നിങ്ങളുടെ ഗൈഡിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അതിൽ കാണാൻ ഗൈഡ് നോക്കിക്കോളൂ. അതിൽ കാണാൻ ഗൈഡ് ആയിട്ട് നിങ്ങളുടെ ഇവിടെ ടീച്ചർ ഈ ഒരു PPTയിലും ഉണ്ട് ആ ഡയഗ്രാം. ഏതാ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ പ്രത്യേകത എന്താണ്? ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാവുന്ന 2 വസ്തുക്കളുടെ വ്യത്യസ്ത സംയോജനങ്ങളെയാണ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാവുന്ന 2 വസ്തുക്കളുടെ വ്യത്യസ്ത സംയോജനങ്ങളെ കാണിക്കുന്ന വക്രത്തെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ PPC കർവ്. 2 വസ്തു എയും ഉണ്ട്, വസ്തു ബിയും ഉണ്ട്. ഇപ്പൊ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു മിനിറ്റ് കുട്ടികളെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുഡ്സ് എയും ഗുഡ്സ് ബിയും, അങ്ങനെ 2 വസ്തുക്കളാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അവ 2ന്റെയും ഉപയോഗത്തെ കാണിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, PPC കർവ് എന്ന് പറയുക. ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന 2 വസ്തുക്കളുടെ വ്യത്യസ്തമായ സംയോജനങ്ങളെ കാണിക്കുന്ന വക്രമാണ് എന്ത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. പിന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് എപ്പോഴും താഴേക്ക് ചെരിഞ്ഞാണ്. കണ്ടോ,
താഴേക്ക് ഇങ്ങനെ ചെരിഞ്ഞായിരിക്കും ഏതുണ്ടായിരിക്കുക, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉണ്ടായിരിക്കുക. മാത്രല്ല അതിന്റെ ഉത്ഭവ ബിന്ദു എന്ന് പറയുന്നത് അകത്തേക്ക് വളഞ്ഞിട്ടുണ്ടാവും. കണ്ടോ, അങ്ങനെ വളഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ഉത്ഭവ ബിന്ദു അകത്തേക്ക് വളഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ PPCയിലെ ഓരോ ബിന്ദുവും പൂർണ്ണ തൊഴിലാണ് സൂചിപ്പിക്കുക. അപ്പൊ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഓരോ ബിന്ദുവും എന്താണ് സൂചിപ്പിക്കുന്നത്? പൂർണ്ണ തൊഴിൽ, എംപ്ലോയ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. PPCയുടെ ഉള്ളിലെ ബിന്ദു ചിലപ്പോൾ തൊഴിലില്ല. ഈ ഉള്ളിലുള്ള ബിന്ദുവാണ് എന്ത് സൂചിപ്പിക്കുക? തൊഴിലില്ലായ്മയെ സൂചിപ്പിക്കുന്നത്. PPC പുറത്തേക്ക് മാറുന്നു സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ. കണ്ടോ, സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ PPC എന്ത് ചെയ്യും? പുറത്തേക്ക് മാറ്റപ്പെടുന്നു. അപ്പൊ ഇതൊക്കെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന ഈ ഒരു ടോപ്പിക്സിൽ പറയാനുള്ളത്. അപ്പോ രണ്ട് വിഭവങ്ങളുടെ ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വസ്തുക്കളുടെ വ്യത്യസ്തമായ സംയോജനങ്ങളെയാണ് എന്ത് പറയുക? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പൊ നമ്മൾ ടിവിയും ഉത്പാദിപ്പിക്കുന്നുണ്ട്, ഫ്രിഡ്ജും ഉത്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ടിവിയുടെയും ഫ്രിഡ്ജിന്റെയും രണ്ടിന്റെയും ഉത്പാദനം വരുമ്പോൾ അതെന്താണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. അതിൽ TV ഉത്പാദിപ്പിക്കുന്നുണ്ട്, ഫ്രിഡ്ജും ഉത്പാദിപ്പിക്കുമ്പോൾ TV ആണ് കൂടുതൽ ആളുകൾ വാങ്ങുന്നത് എങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റിന്റെ കുറിച്ചാണ് കൂടുതൽ. അതല്ല TV അല്ല വാങ്ങുന്നത്, ആളുകൾക്ക് ഫ്രിഡ്ജാ വാങ്ങുന്നത് എങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റിന്റെ കുറിച്ചാണ് കൂടുതൽ. അപ്പൊ അവ തമ്മിലുള്ള സംയോജന ബന്ധമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. അടുത്ത ടോപ്പിക്സ് നമുക്ക് നോക്കാം. എന്താണ് അടുത്ത ടോപ്പിക്സ്? അതായത് ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം, റിട്ടേൺസ് ഓഫ് പ്രൊഡക്ഷൻ ഗുഡ്സ് എന്ന് പറയും. എന്തൊക്കെയാണ് ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം? നോക്കൂ, നമ്മൾ എന്ത് സാധനവും ഉൽപാദിപ്പിക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് പ്രതിഫലം കിട്ടണം അല്ലേ? ആദ്യം നമ്മൾ എന്ത് സാധനം ഉൽപാദനം നടത്തണമെങ്കിൽ 4 കാര്യങ്ങളാണ് വേണ്ടത്. നമ്മള് എന്തൊരു കാര്യവും ഉൽപാദനം നടത്തണമെങ്കിൽ 4 കാര്യങ്ങൾ നമുക്ക് വേണം. എന്തൊക്കെയാ വേണ്ടത് നോക്കൂ. ഭൂമി വേണം, ലാൻഡ്, ലേബറ്, ക്യാപിറ്റല്, ഓർഗനൈസേഷൻ. ഈ 4 ഘടകങ്ങൾ ഉപയോഗിച്ചു കൊണ്ടാണ് നമ്മൾ എന്ത് നടത്തുക? ഉൽപാദനം നടത്തുക. അപ്പൊ ഉൽപാദനം നടത്തണമെങ്കിൽ പ്രധാനമായും 4 ഘടകങ്ങൾ ആവശ്യമുണ്ട്. എന്തൊക്കെയാണ്? ഭൂമി വേണം, ലേബർ വേണം, തൊഴില് വേണം, ക്യാപിറ്റൽ വേണം, ഓർഗനൈസേഷൻ വേണം. അപ്പോ ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം എന്ന് പറയുമ്പോൾ ഒരു ഉൽപാദനം നടത്തണമെങ്കിൽ എന്തൊക്കെ വേണം? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ലാൻഡ് പറഞ്ഞാൽ ഭൂമി, ലേബർ പറഞ്ഞാൽ തൊഴില്, ക്യാപിറ്റൽ പറഞ്ഞാൽ മൂലധനം, ഓർഗനൈസേഷൻ പറഞ്ഞാൽ സംഘടന. ഈ 4 ചേരുമ്പോഴാണ് നമുക്ക് ഉൽപാദനം നടത്താൻ പറ്റുക. ആ ഉൽപാദന ഘടകങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ്, പ്രതിഫലമാണ് നമ്മളിവിടെ ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം എന്ന ഭാഗത്ത് പഠിക്കുന്നത്. നിങ്ങൾ ഈ ചിത്രം നോക്കൂ, ഇതിൽ കണ്ടോ എന്തോ കൃഷി ചെയ്യാണ് അല്ലെ? ഇവിടെ ഒരുപാട് ആളുകൾ, തൊഴിലാളി ഉണ്ട്, അതേപോലെ തന്നെ ഭൂമിയിലാണ്, ഒരു വ്യവസായശാലയാണ് ഇവിടെ. അവിടെ കൃഷി നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആരൊക്കെയുള്ളത്? ലേബർ ഉണ്ട്, അതേപോലെ തന്നെ മൂലധനം ഇറക്കുന്ന ആളുണ്ട്, അതേപോലെ തന്നെ സംഘാടകരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുടെ പ്രവർത്തന ഫലമാണ് ഉൽപാദനം നടക്കുക. അപ്പൊ ഉൽപാദനം നടക്കണമെങ്കിൽ 4 ഘടകങ്ങളാ വേണ്ടത്. ഭൂമി വേണം, തൊഴിലാളി വേണം, മൂലധനം വേണം, ഓർഗനൈസേഷൻ വേണം. ഇനി അതിനൊക്കെ കിട്ടുന്ന പ്രതിഫലം എന്താ? ഭൂമിക്ക് എന്താ കിട്ടുക? വാടക. ഭൂമി നമ്മൾ നൽകുമ്പോൾ ആ ഭൂമിക്ക് എന്ത് കിട്ടും? വാടക കിട്ടും. അതാണ് ഈ ഭൂമിയുടെ പ്രതിഫലം എന്ന് പറയുന്നത്. ഇനി തൊഴില്, അതായത് ലേബറിന് എന്താ കിട്ടുക? വേജ് അഥവാ വേതനം. ഇനി ക്യാപിറ്റലിന് എന്താ കിട്ടുക? പലിശ അഥവാ മൂലധനാണ് കിട്ടുക. സംരംഭകൻ എന്താ കിട്ടുക? ലാഭം, പ്രോഫിറ്റ്. അപ്പോ ഉൽപാദന ഘടകങ്ങൾക്ക് അവയുടെ സേവനത്തിന് പ്രതിഫലം ലഭിക്കുന്നു. ഈ പ്രതിഫല വിതരണമാണ് ആർക്ക് വേണ്ടി ഉൽപാദിപ്പിക്കണം എന്ന പ്രശ്നം നിർണ്ണയിക്കുന്നത്. അപ്പോ ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് എന്താ? എന്തും ഉൽപാദനം നടത്തുന്നതിനും 4 ഘടകങ്ങളാണുള്ളത്.
എന്തൊരു ഉൽപാദനം നടത്തണമെങ്കിലും 4 ഘടകങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? ഭൂമി, തൊഴില്, മൂലധനം, സംരംഭകൻ, ഓർഗനൈസേഷൻ. ഭൂമിക്ക് വാടക കൊടുക്കണം, തൊഴിലിന് വേതനം കൊടുക്കണം, മൂലധനത്തിന് പലിശ കൊടുക്കണം, സംരംഭകര് ലാഭം കൊടുക്കണം. അപ്പൊ ഈ 4 ഘടകങ്ങളാണ്. 4 ഘടകങ്ങൾക്കും കൊടുക്കുന്ന പ്രതിഫലത്തെയാണ് എന്ത് പറയുക? ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം. ഇതാണ് എന്ത് നിർണയിക്കുക? ആർക്കു വേണ്ടി ഉത്പാദിക്കണം എന്ന പ്രശ്നം നിർണയിക്കുന്നത്. ഞാന് ടെസ്റ്റിലെ ഈ ഗൈഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടോപ്പിക്സുകളാണ് പറഞ്ഞു തരുന്നത്. ടോപ്പിക്സുകൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഗൈഡിലത്തെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക കേട്ടോ. അടുത്ത ടോപ്പിക്സ് നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങളിൽ വരുന്ന കുറച്ച് പോയിന്റ്സുകൾ, പരീക്ഷയ്ക്ക് വരുന്ന കുറച്ച് പോയിന്റ്സുകളാണ്. നമ്മളൊക്കെ എന്തൊക്കെ പഠിച്ചേ? ഈ ടീച്ചർ എത്ര ടോപ്പിക്സ് എടുത്തു? 1, 2, 3, 4, 5 ടോപ്പിക്സ് എടുത്തു. ആ 5 ടോപ്പിക്സ് എന്നും പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളാണ് ടീച്ചർ പറയുന്നത്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? വിഭവങ്ങള് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലിമിറ്റഡ് ആണ്. ആവശ്യങ്ങള് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ വിഭവങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം? പരമാവധി ഉപയോഗിക്കണം. അതേപോലെ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് പഠിച്ചു, അറിയണം. ഇപ്പൊ ഉൽപാദനം നടത്തുകയാണെങ്കിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ വോം ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നൊക്കെ നമ്മള് മനസ്സിലാക്കി. അതേപോലെ ഉൽപാദന രീതി എന്ന് പറയുന്നത് ഏത് രീതിയിലൂടെയാണ് നടത്തേണ്ടത്? ലേബർ ഇന്റൻസീവ് ടെക്നിക്കോ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്കോ ഒക്കെ ഉപയോഗിച്ചിട്ട് കൊണ്ടാണ് എന്ത് നടത്തപ്പെടേണ്ടത്? ഉൽപാദന രീതികൾ നടത്തപ്പെടേണ്ടത്. പിന്നെ നമ്മൾ പഠിച്ചത് PPCയെ കുറിച്ചായിരുന്നു. PPCയുടെ പ്രത്യേകത എന്താണ്? PPC ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കാം, അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കാം, എക്കണോമിക് ഗ്രോത്ത് ആയിരിക്കാം. അതേപോലെ PPCയിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും MRTയും വരാം. അതായത് അവസരാത്മക ചെലവും മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്സ് ഒക്കെ വരാം. അത് നമ്മൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മൾ അടുത്ത ടോപ്പിക്, ഈ PPCയിൽ വരുന്ന ഈ മറ്റുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റും MRTയും ഒക്കെ അടുത്ത ടോപ്പിക്സിൽ ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ടോപ്പിക്സ് ആണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം. എന്താണ് എക്കണോമിക്സിന്റെ ബേസ് എന്നാണ് പറയുന്നത്? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രധാന അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, സാമ്പത്തിക ശാസ്ത്രം മനുഷ്യരുടെ അപരിമിതമായ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രം എപ്പോഴും അപരിമിതമായ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് ലിമിറ്റ് ഇല്ല. മനുഷ്യന്റെ ആവശ്യം അൺലിമിറ്റഡ് ആണ്. അതേപോലെ പരിമിതമായ വിഭവങ്ങൾ, ലിമിറ്റഡ് റിസോഴ്സിനും. അപ്പൊ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? മനുഷ്യന്റെ അപരിമിതമായ ആവശ്യങ്ങളെ കുറിച്ചും പരിമിതമായ വിഭവങ്ങളെ കുറിച്ചുമാണ് സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. എന്തൊക്കെയാണ്? അപരിമിതമായ ആവശ്യങ്ങളാണ്, പരിമിത വിഭവങ്ങളാണ്, കേന്ദ്ര പ്രശ്നങ്ങളാണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അപരിമിതമാണ്. കാരണം മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും തീരില്ല. പിന്നെ എന്നാൽ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വിഭവങ്ങളോ കുറവാണ്. ഭൂമി ആണെങ്കിലും തൊഴിലാണെങ്കിലും മൂലധനാണെങ്കിലും അതൊക്കെ എങ്ങനെയാണ്? തുലാസ് പോലെയാണ്. ആവശ്യങ്ങൾ കൂടുതലും വിഭവങ്ങൾ കുറവുമാണ്. ഇതൊക്കെയാണ് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത ടോപ്പിക്സ് നോക്കാം. 3 പ്രധാന കേന്ദ്ര പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആട്ടോ. അതായത് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രധാന ക്വസ്റ്റ്യൻ ആണ് 3 സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി. എക്കോണമി എന്ന സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന 3 പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു എക്കോണമിയിലെ പ്രധാന 3 കേന്ദ്രീയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണത്? എന്ത് ഉൽപ്പാദിപ്പിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ്. പിന്നെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്. ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഫോർ വോം ടു പ്രൊഡ്യൂസ്.
അപ്പോ സാമ്പത്തിക മേഖലയുടെ 3 പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപാദിപ്പിക്കണം. ഇതാണ് സാമ്പത്തിക മേഖലയിലെ 3 പ്രധാന പ്രശ്നങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തുൽപാദിപ്പിക്കണം. എന്തുൽപാദിപ്പിക്കണം എന്ന് പറഞ്ഞാല് എന്താണോ ആവശ്യം അതാണ് ഉൽപാദിപ്പിക്കേണ്ടത്. അപ്പൊ കുട്ടികളെ, നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സമ്പദ് വ്യവസ്ഥയുടെ 3 സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപാദിപ്പിക്കണം. എന്തുൽപാദിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ടു പ്രൊഡ്യൂസ്. ഏത് വസ്തുക്കൾ എത്ര അളവ് ഉൽപാദിപ്പിക്കണം. അരിയാണോ, ഗോതമ്പാണോ, കരിമ്പാണോ കൃഷി ചെയ്യേണ്ടത്. ഇപ്പൊ എന്താ ആവശ്യച്ചാ അത് ഉൽപാദിപ്പിക്കണം അല്ലെ. ഇനി എങ്ങനെയാണ് ഉൽപാദിപ്പിക്കേണ്ടത്? 2 രീതിയിൽ നമുക്ക് ഉൽപാദിപ്പിക്കാം. അതായത് ക്യാപിറ്റൽ ഇന്റൻസീവ് മെത്തേഡ് ഉപയോഗിക്കാം, ലേബർ ഇന്റൻസീവ് മെത്തേഡ് ഉപയോഗിക്കാം. ക്യാപിറ്റൽ ഇന്റൻസീവ് മെത്തേഡ് പറഞ്ഞാൽ മൂലധന സാങ്കേതിക വിദ്യ. ലേബർ ഇന്റൻസീവ് മെത്തേഡ് പറഞ്ഞാൽ തൊഴിലാളി സാങ്കേതിക വിദ്യ. അപ്പൊ എങ്ങനെ നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്? നമുക്ക് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിരിക്കുമ്പോഴാണ് കൂടുതൽ വിഭവങ്ങൾ കിട്ടുക. ടീച്ചർ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞാൽ 2 മെത്തേഡാണത്. ക്യാപിറ്റൽ ഇന്റൻസീവും ഉണ്ട്, ലേബർ ഇന്റൻസീവും ഉണ്ട്. ഇപ്പൊ ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് പറഞ്ഞാല് നമ്മൾ ടെക്നോളജിയാണ് ഉപയോഗിക്കുക. അപ്പൊ 1 ഏക്കർ ഭൂമി, ആ 1 ഏക്കർ ഭൂമിയില് ഒരു ട്രാക്ടർ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ആ 1 ഏക്കർ ഭൂമി ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴേക്കും കൂട്ടി ഇതാക്കാൻ കഴിയും. എന്നാൽ ആ 1 ഏക്കർ ഭൂമിയിൽ തൊഴിലാളികൾ പണിയെടുക്കുകയാണെങ്കിൽ, ലേബർ ഇന്റൻസീവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 10 തൊഴിലാളികളെ വെച്ച് പണിയെടുപ്പിക്കുകയാണെങ്കിലും ഏറിപ്പോയ 5-6 ദിവസങ്ങൾ എടുക്കും. ചിലപ്പോ 10 ദിവസമൊക്കെ എടുക്കും. അതാണ് എപ്പോഴും നമ്മള് ഉൽപാദനത്തിന് ഏത് മെത്തേഡാണ് സ്വീകരിക്കേണ്ടത്? ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ് വേണ്ടത്, ടെക്നോളജിക്കലാ വേണ്ടത്. ലേബർ ഇന്റൻസീവ് ആയിരിക്കുമ്പോൾ ടൈമും നഷ്ടപ്പെടും, അത് സമയവും ഒരുപാട് പാഴാവും, അതേപോലെ തന്നെ ഒരുപാട് പണവും ചെലവാകും. അതാണ് ലേബർ ഇന്റൻസീവും ക്യാപിറ്റൽ ഇന്റൻസീവും തമ്മിലുള്ള മാറ്റം. അതാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് ചോദിച്ചാൽ 2 മെത്തേഡുകളുണ്ട്. ക്യാപിറ്റൽ ഇന്റൻസീവും ഉണ്ട്, മൂലധന സാങ്കേതിക വിദ്യ ഉണ്ട്, തൊഴിൽ സാങ്കേതിക വിദ്യ ഉണ്ട്. തൊഴിലാളി സാങ്കേതിക വിദ്യ ലേബർ ഇന്റൻസീവ് ഉണ്ട്. ക്യാപിറ്റൽ ഇന്റൻസീവ് ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഏത് ഉൽപാദനത്തിന്റെയും ആ ഒരു സാഹചര്യം പെട്ടെന്ന് എളുപ്പമാക്കാം. എന്നാൽ ലേബേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ടൈം ഒരുപാട് നഷ്ടപ്പെടും. അതാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട രീതി. ഇനി ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? ആർക്ക് വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? ആളുകൾക്ക്, ആർക്കാണോ ആവശ്യം അവർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഏത് വസ്തുവിനാണോ ആവശ്യം അത് ഉൽപ്പാദിപ്പിക്കണം. ആവശ്യമില്ലാത്ത വസ്തുക്കൾ കുറെ ഉൽപ്പാദിപ്പിക്കാൻ പാടുമോ? പറ്റില്ല. ആവശ്യമില്ലാത്ത വസ്തുക്കൾ നമ്മൾ കുറെ ഉൽപ്പാദിപ്പിച്ചാൽ നമുക്ക് അതുകൊണ്ട് ഗുണം കിട്ടില്ല. നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യമുള്ള വസ്തുവാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. അപ്പൊ ഏത് വസ്തുവാണോ കൂടുതൽ ആവശ്യമായി വരുന്നത് ആ വസ്തുവാണ് എന്ത് ചെയ്യപ്പെടേണ്ടത്? ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്. അപ്പോ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ ആരിലേക്ക് വിതരണം ചെയ്യണം, വരുമാന വിതരണം എങ്ങനെ എന്നൊക്കെ ഏതിൽ വരും? ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന ആ ടോപ്പിക്സിൽ വരും. അപ്പൊ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന 3 പ്രധാന പ്രശ്നമാണ് എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഓക്കെ, ക്ലിയർ? അടുത്ത ടോപ്പിക്സ് നോക്കൂ. അടുത്ത ടോപ്പിക്സ് ആണ് അവസര ചെലവും MRP എന്നാ പറഞ്ഞത്. എന്താ അവസര ചെലവ് പറഞ്ഞാ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവസര ചെലവ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. അവസര ചെലവ് പറഞ്ഞാൽ എന്താണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. MRP പറഞ്ഞാൽ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒരു വസ്തു നേടാനായി ഉപേക്ഷിക്കേണ്ട ഏറ്റവും നല്ല മറ്റൊരു സാധ്യതയുടെ മൂല്യമാണ് അവസരാത്മക ചെലവ്. നമ്മൾ ഒരു വസ്തു നേടാൻ വേണ്ടിയിട്ട് മറ്റൊരു വസ്തുവിന്റെ ഉൽപാദനം കുറയ്ക്കുക. ഇപ്പൊ അരിയും ഗോതമ്പും കൃഷി ചെയ്യുക, ഒന്നിച്ച് കൃഷി ചെയ്യുക. ആ സമയത്ത് ഗോതമ്പിന്റെ
അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് അരിയുടെ അളവ് കുറയ്ക്കുക. അതിനെയാണ് എന്ത് പറയുക, ഓപ്പർച്യൂണിറ്റി, അവസരാത്മക ചെലവ് എന്ന് പറയുക. ഇപ്പൊ ഏതെങ്കിലും ഒന്ന് കൃഷി ചെയ്യും, 2 സാധനങ്ങൾ കൃഷി ചെയ്യണമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നിന്റെ അളവ് കുറച്ചിട്ട് മറ്റൊന്നിന്റെ അളവ് കൂട്ടുക. അതിപ്പോ നമ്മള് കൃഷി ചെയ്യുകയാണെങ്കിലും അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ഉത്പാദിക്കുകയാണെങ്കിലും വലിയ വലിയ ഫാക്ടറികളിൽ ഉത്പാദനം നടത്തുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വസ്തു ഏതാണോ അതിന്റെ അളവ് കൂട്ടിയിട്ട് മറ്റൊന്നിന്റെ അളവ് കുറയ്ക്കുക. അപ്പൊ ആവശ്യമായ വസ്തുവിന്റെ അളവ് കൂട്ടിക്കൊണ്ട് മറ്റൊരു വസ്തുവിന്റെ അളവ് കുറയ്ക്കുന്നതിനെ പറയുന്ന പേരാണ് അവസരാത്മക ചെലവ് അഥവാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഒരു വസ്തു നേടുന്നതിനായി ഉപേക്ഷിക്കേണ്ട ഏറ്റവും നല്ല മറ്റൊരു സാധ്യതയുടെ മൂല്യത്തെയാണ് എന്തു പറയുക, അവസരാത്മക ചെലവ്. അരി ഉൽപ്പാദിപ്പിക്കാൻ കരിമ്പ് കൃഷി ഉപേക്ഷിക്കുന്നുവെങ്കിൽ ഉപേക്ഷിച്ച കരിമ്പിന്റെ മൂല്യമാണ് എന്ത്, അവസരാത്മക ചെലവ്. ഇപ്പൊ നമ്മള് കരിമ്പും കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷെ അരിയാണ് കൂടുതൽ വേണ്ടത് എങ്കിൽ എന്ത് ഉപേക്ഷിക്കും, നമ്മള് കരിമ്പിന്റെ കൃഷി ഉപേക്ഷിച്ചിട്ട് കൂടുതൽ എന്ത് കൃഷി ചെയ്യും, അരി കൃഷി ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ആ കരിമ്പിന്റെ മൂല്യം ഏതിലേക്കാണ് വരിക, അരിയിലേക്കാണ് വരിക. അതിനെയാണ് എന്ത് പറയുന്നത്, അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് അവസരാത്മക ചെലവ് എന്ന് പറഞ്ഞാല്, നമ്മള് ഏത് വസ്തുവാണോ കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് വസ്തുവാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 2 വസ്തു പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമായ വസ്തു മറ്റേ വസ്തുവിനേക്കാൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഉൽപ്പാദിപ്പിക്കാതിരിക്കുന്ന വസ്തുവിന്റെ മൂല്യം ഏതിലേക്ക് കയറുക, ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവിലേക്ക് കയറുന്നതിനെയാണ് എന്തു പറയുന്നത്, അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. നമ്മൾ അരി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കരിമ്പ് കൃഷി ഉപേക്ഷിച്ചുകൊണ്ട് ആ കരിമ്പിന്റെ മൂല്യം എന്തിലേക്ക് കയറുന്നു, അരിയുടെ ഉൽപാദനത്തിലേക്ക് കയറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവസരാത്മക ചെലവ്. ഓക്കെ, അതേപോലെ അതിൽ വരുന്ന മറ്റൊരു ടോപ്പിക്സ് ആണ് മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, MRT എന്ന് പറയും. എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ? അതായത് ഒരു അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ മറ്റൊരു വസ്തുവിന്റെ എത്ര യൂണിറ്റ് ഉപേക്ഷിക്കണം എന്ന് കാണിക്കുന്ന നിരക്കാണ് MRT. അരി അതേപോലെ തന്നെ കരിമ്പാണ് കൃഷി ചെയ്യുന്നത്, പക്ഷെ അരി കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് കരിമ്പിന്റെ കൃഷി എത്ര നമ്മൾ ഉപേക്ഷിച്ചു, ആ യൂണിറ്റിനെയാണ് എന്ത് പറയുക, മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഒരു അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മറ്റൊരു വസ്തുവിന്റെ എത്ര യൂണിറ്റ് ഉപേക്ഷിച്ചു എന്ന് കാണിക്കുന്ന നിരക്കാണ് MRT. MRT എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരു വസ്തുവിന്റെ എത്ര യൂണിറ്റ് ഉപേക്ഷിച്ചു എന്ന് കാണിക്കുന്ന നിരക്കിനെയാണ് MRT എന്ന് പറയുന്നത്. അതുകൊണ്ട് MRT ഈക്വൽ ഉപേക്ഷിച്ച വസ്തുവിന്റെ മാറ്റം ഡിവൈഡഡ് ബൈ ലഭിച്ച വസ്തുവിന്റെ മാറ്റം. MRT എന്ന് പറഞ്ഞാൽ എന്താണ്, ഉപേക്ഷിച്ച വസ്തുവിന്റെ മാറ്റത്തെ ലഭിച്ച വസ്തുവിന്റെ മാറ്റവുമായി ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, MRT. അപ്പൊ നമ്മള് കരിമ്പാണ് കൃഷി ചെയ്യുന്നത്, പക്ഷെ അരി കൂടുതൽ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കരിമ്പ് കുറച്ചു. അപ്പൊ കരിമ്പിന്റെ എത്ര യൂണിറ്റ് ആണ് കുറച്ചത്, ആ യൂണിറ്റിനെയാണ് എന്ത് പറയുന്നത്, മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. അതുകൊണ്ട് മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ കാരണം എങ്ങനെയാണ്, MRT ഈക്വൽ ഉപേക്ഷിച്ച വസ്തുവിന്റെ മാറ്റം ഡിവൈഡഡ് ബൈ ലഭിച്ച വസ്തുവിന്റെ മാറ്റം. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ടോപ്പിക്സിലായിട്ടാണ് നടക്കുന്നത്. ഇവിടെ നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്റർ, ഈ 13ാമത്തെ ചാപ്റ്റർ നിങ്ങളുടെ കയ്യില് ഏകദേശം ക്വസ്റ്റ്യൻ വരുന്നത് 14 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഈ 14 ക്വസ്റ്റ്യനും വരുന്ന പ്രധാന ടോപ്പിക്സ് ആണ് ടീച്ചർ ഇവിടെ പല ടോപ്പിക്സുകളാക്കി പറഞ്ഞു തന്നു. അപ്പൊ ടീച്ചർ എന്തൊക്കെ പറഞ്ഞു തന്നു, എന്തൊക്കെയാ ടീച്ചർ പറഞ്ഞു തന്നെ, എന്താണ് സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നം അല്ലേ, സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നം വിഭവങ്ങൾ കുറവാണ്, ആവശ്യങ്ങൾ കൂടുതലാണ്, എല്ലാ ആവശ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ളവയല്ല. അപ്പൊ വിഭവങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റപ്പെടുന്നതൊക്കെ വളരെ പ്രശ്നമായ കാര്യങ്ങളാണ്.
അല്ലെ? സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നം എന്ന് പറയുന്നത് വിഭവങ്ങൾ കുറവുമാണ്, ആവശ്യങ്ങൾ കൂടുതലുമാണ്. പിന്നെ നമ്മൾ എന്തൊക്കെയാ മനസ്സിലാക്കിയത്? വിഭവങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കി. വിഭവങ്ങളുടെ വിഭവങ്ങൾ വളരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി. കാരണം ജനസംഖ്യാ വർധനവ് കുറയ്ക്കണം, പുതിയ പ്രകൃതി വിഭവങ്ങൾ കണ്ടെത്തണം, സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം, പരിശീലനവും ടെക്നോളജിയും ഒക്കെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം. അത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണ്? അതായത് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് രണ്ട് വസ്തുക്കളുടെ വ്യത്യസ്ത സംയോജനങ്ങളെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുക. ആ കർവിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് ഉത്പാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം? നമുക്കറിയാം, ഉത്പാദനം നടത്തണമെങ്കിൽ 4 ഘടകങ്ങൾ വേണം. ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം, ഓർഗനൈസേഷൻ വേണം. ഭൂമി വേണം, തൊഴിലാളി വേണം, മൂലധനം വേണം, സംഘാടകർ വേണം. അതിനൊക്കെ കിട്ടുന്ന പ്രതിഫലം, ഭൂമിക്ക് എന്താ കിട്ടുക? റെന്റ് വാടക കിട്ടും, തൊഴിലാളിക്ക് വേതനം കൊടുക്കണം, മൂലധനാണെങ്കിൽ പലിശ കിട്ടും, സംഘാടകൻ എന്താ കിട്ടുക? പ്രോഫിറ്റ് കിട്ടും. അതിനെയാണ് ഉത്പാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം എന്ന് പറഞ്ഞു. പിന്നെ ടീച്ചർ എടുത്ത എന്താണ്? പരീക്ഷയ്ക്കുള്ള പ്രധാന കാര്യങ്ങളാണ്. അതേപോലെ പിന്നെ നമ്മള് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു. പിന്നെ ടീച്ചർ പറഞ്ഞത് 3 പ്രധാന കേന്ദ്രീയ പ്രശ്നങ്ങൾ. എന്ത് ഉത്പാദിപ്പിക്കണം, എങ്ങനെ ഉത്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉത്പാദിപ്പിക്കണം തുടങ്ങിയ പ്രശ്നങ്ങളാണ് നമ്മളുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ 3 പ്രധാന പ്രശ്നങ്ങൾ. പിന്നെ ടീച്ചർ എടുത്താൽ എന്താ നോക്കൂ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താന്ന് കൊടുത്തു, MRP എന്താന്ന് കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ. അതായത് നിങ്ങൾക്ക് 14 ക്വസ്റ്റ്യൻ ആണ് ഈ ഗൈഡിലെ വരുന്നത്. ആ 14 ക്വസ്റ്റ്യന്റെയും വരുന്ന ടോപ്പിക്സ് ആണ് ടീച്ചർ ഡിസ്കഷൻ ചെയ്തത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയെന്ന് ഫോക്കസ് ചെയ്യാം കേട്ടോ. 2 മാർക്കിന് വരുന്ന ചോദ്യങ്ങൾ നോക്കൂ. 2 മാർക്കിന് എന്താ ചോദ്യം വരുന്നത്? സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെ? സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മളുടെ വിഭവങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കുറവാണ്. പരിമിത വിഭവങ്ങളുമാണ്. ആവശ്യങ്ങൾ എങ്ങനെയാണ്? അപരിമിത ആവശ്യങ്ങളുമാണ്, ബദൽ ഉപയോഗങ്ങളുമാണ്. ഈ 3 കാര്യമാണ് സാമ്പത്തിക പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് പരിധിയില്ല. എല്ലാ മനുഷ്യനും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. വിഭവങ്ങൾ കുറവാണ്, ബദൽ ഉപയോഗങ്ങൾ കൂടുതലാണ്. ഇതൊക്കെയാണ് 2 മാർക്കിന് ചോദ്യം വന്നാൽ നിങ്ങൾ ഈ പോയിന്റുകളാണ് വെക്കേണ്ടത്. പിന്നെ PPC എന്താണ്? ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ വക്രം മനസ്സിലാക്കുക കേട്ടോ. പിന്നെ നമുക്കറിയാം 2 മെത്തേഡാണ് നമ്മൾ ഉത്പാദനത്തിന് ഉപയോഗിക്കുക. ലേബർ ഇന്റൻസീവ് ടെക്നിക്കും ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്കും. ലേബർ ഇന്റൻസീവ് പറഞ്ഞാൽ തൊഴിലാളിയെ ഉപയോഗിച്ചിട്ട് ഉത്പാദനം നടത്തുന്നതിനെയാണ് ലേബർ ഇന്റൻസീവ് എന്ന് പറയുക. ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് പറഞ്ഞാല് നമ്മള് ക്യാപിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഉത്പാദനം നടത്തുന്നതിനെയാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് പറയാ. മനസ്സിലായില്ലേ? ലേബർ ഇന്റൻസീവ് വെച്ചാല് തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് ഉത്പാദനം നടത്തുന്നതാണ് ലേബർ ഇന്റൻസീവ്. ക്യാപിറ്റൽ ഇന്റൻസീവ് വെച്ച് കഴിഞ്ഞാല് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഉത്പാദനം നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്യാപിറ്റൽ ഇന്റൻസീവ്. 5 മാർക്കിനും 8 മാർക്കിനും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാ നോക്കൂ. 3 കേന്ദ്രീയ പ്രശ്നങ്ങളെ വിശദീകരിക്കാനാണ് പറയണത്. എന്ത് ഉത്പാദിപ്പിക്കണം, എങ്ങനെ ഉത്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉത്പാദിപ്പിക്കണം. അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങളെ കയ്യിലുണ്ട്. എന്ത് ഉത്പാദിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താണോ ആവശ്യം, ആ ആവശ്യമുള്ള വസ്തുവാണ് ഉത്പാദിപ്പിക്കേണ്ടത്. ഒരു രാജ്യത്ത് ഏത് വസ്തുവിനാണോ കൂടുതൽ ഡിമാൻഡ് വെച്ചാൽ അത് ഉത്പാദിപ്പിക്കണം. ആർക്ക് വേണ്ടി എങ്ങനെ ഉത്പാദിപ്പിക്കണം എന്ന് ചോദിച്ചാൽ എന്താ പറയുക? 2 മെത്തേഡുകൾ ഉപയോഗിക്കാം. ലേബർ ഇന്റൻസീവും ഉപയോഗിക്കാം, ക്യാപിറ്റൽ ഇന്റൻസീവും ഉപയോഗിക്കാം. പക്ഷെ എപ്പോഴും നമുക്ക് ഉത്പാദനത്തിന്റെ തോത് കൂട്ടണമെങ്കിൽ മൂലധനമാണ് വേണ്ടത്. ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ് എപ്പോഴും ഉത്പാദനം വർദ്ധിക്കാൻ കാരണമാകുക. അപ്പൊ ആ ട്രാക്ടറിന്റെ എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞു തന്നില്ലേ, അതൊക്കെ എഴുതിക്കോളൂ. ഇനി ആർക്ക് വേണ്ടി ഉത്പാദിപ്പിക്കണം എന്ന് ചോദിച്ചാൽ ആർക്കാണോ ആവശ്യം അവർക്ക് വേണ്ടി ഉത്പാദിപ്പിക്കണം. അപ്പൊ അതൊക്കെയാണ് ഓരോ സാധനങ്ങളും ആവശ്യിച്ചാൽ അത് അവർക്ക് വേണ്ടിയിട്ടാണ് സാധനങ്ങൾ ഉത്പാദിപ്പിക്കേണ്ടത്. പിന്നെ നമ്മള്
വിഭവങ്ങളുടെ പരമാവധി ഉപയോഗം. എല്ലാ വിഭവങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കണം അല്ലെ. പിന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വിവരിക്കാനാണ് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഡയഗ്രാം ടീച്ചർ മനസ്സിലാക്കി തന്നു. പിന്നെ വിഭവങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് എങ്ങനെയാണ്? ജനസംഖ്യ, സാങ്കേതിക പുരോഗതി. വിഭവങ്ങൾ വളരുന്ന ഏതൊക്കെ രീതിയിലാണ്? ജനസംഖ്യ കുറയ്ക്കണം, സാങ്കേതിക പുരോഗതി കൂട്ടണം, പരിശീലനം കൂടുതൽ നൽകണം. അപ്പോഴൊക്കെയാണ് വിഭവങ്ങളുടെ വളർച്ച ഉണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തരുന്നില്ല അതായത് നിങ്ങൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സും പ്രധാനപ്പെട്ട പോയിന്റ്സുകളുമാണ് ഡിസ്കഷൻ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എഴുതാനും സാധിക്കണം. അപ്പോ ഇത്രയും കാര്യങ്ങൾ നന്നായി നിങ്ങൾ മനസ്സിലാക്കുക, ക്ലാസ് നന്നായിട്ട് കേൾക്കുക. വീഡിയോ മനസ്സിലായെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക, കമന്റ് ഒക്കെ നൽകുക. അപ്പൊ എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാവും എന്നൊരു ഉദ്ദേശത്തോടു കൂടി ടീച്ചർ ഈ ചാപ്റ്ററിന്റെ ക്ലാസ് നിർത്തുകയാണ്. അടുത്ത ചാപ്റ്ററിന്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.